ഞാൻ അവിടെ കുറച്ച് കാശ് വെച്ചിരുന്നു, അവിടെ എങ്ങും കാണില്ല. നീ എടുത്താ? ഞാനെങ്ങും എടുത്തില്ല. നിങ്ങൾ അവിടെ ശരിക്കും നോക്കിയോ? മുഴുവനും നോക്കി, അവിടെ എങ്ങും കാണില്ല. ആ, എന്നാ അവൻ തന്നെ എടുത്തതാ. നിങ്ങളുടെ മോൻ രാജു അല്ലാണ്ടാരാ? ഇന്ന് രാവിലെ അവൻ എന്നോട് കാശ് വെച്ചപ്പോഴേ എന്റെ കയ്യിൽ ഒരു ചില്ലി പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അവനപ്പോ കളവും തുടങ്ങിയോ? അതും അപ്പന്റെ പോക്കറ്റിൽ നിന്ന്. എങ്ങനെ അവൻ ഗുണം പിടിക്കും? ഒരിക്കലും നേരെയാൻ പോണില്ല. പത്രോസേ, ആദ്യം പത്രോസ് നേരെയാവും, അപ്പൊ ബാക്കി എല്ലാം നേരെയായിക്കോളും. എന്റെ സമനില തെറ്റി തുടങ്ങിട്ടോ. എനിക്ക് സൗകര്യം നേരെയാവാൻ എന്തുണ്ടെങ്കിലും ചെയ്യും. കുറെ നാളായി ഞാൻ സഹിക്കും. നിങ്ങൾ ആരോടായി സംസാരിക്കുന്നേ? കർത്താവിനോട്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുക? ഇത് നല്ല കൂത്ത്. കർത്താവ് എന്നോട് സംസാരിക്കുന്നത് നീ കേട്ടില്ലേ? എന്റെ മാതാവേ, അപ്പൊ എന്റെ സംശയം ശരി തന്നെയാ. ഈയിടെ ഉറക്കത്തിൽ കിടന്ന് പെച്ചും പേയും പറഞ്ഞ് കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളെ ഒരു പിശാച് പിടി കൂടിയിട്ടുണ്ടെന്ന്. എന്നൊരു പിശാച് പിടികൂടിയിട്ടുണ്ട്, അത് നീയാ. എന്റെ മാതാവേ, ഇങ്ങേരുടെ ചെയ്തല്ലോ. ദേ, പോന്ന വഴി പള്ളിയിൽ കയറി അച്ഛനെ കണ്ട് നെറ്റി പിടിപ്പിച്ചിട്ട് പോയാ മതി കേട്ടോ. ഞാനും കൂടെ വരാം. എങ്ങോട്ടാ? നിന്റെ അപ്പന്റെ കുഴിമാറത്തിരിക്കാ. ഞാൻ ഒന്ന് തന്നാണ്ടല്ലോ. ഇതെന്താ ഇങ്ങനെ? എന്റെ മാതാവേ. സാറിനോടൊരു കാര്യം ചോദിച്ചാ സാറിന് വിഷമം തോന്നരുത്. ചോദിച്ചോളൂ. കർത്താവ് സാറിനോട് സംസാരിക്കുന്നു എന്നുള്ളത് സത്യമാണോ? ഞാൻ എന്തിനാടാ നുണ പറയണേ? സാർ ക്രിസ്ത്യാനിയല്ലേ? അതിലെന്താ നിനക്കിപ്പോ ഒരു സംശയം? അല്ല, മലയാള ഭാഷയിൽ തന്നെ അല്ലേ സാറ് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്? അതെ സാറേ, കർത്താവായ യേശു ക്രിസ്തു മലയാളി അല്ലല്ലോ. നീ പറഞ്ഞത് ശരിയാണല്ലോ. കർത്താവ് ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കുക. അതാ സാർ ഞാൻ ചോദിച്ചത്. ഈ മാസം മുതൽ നിനക്ക് 20 രൂപ ശമ്പള കൂടുതൽ. താങ്ക് യു സാർ. എനിക്ക് സമസ്ത ഭാഷകളും അറിയാം. എല്ലാ ഭാഷയും എന്നിൽ നിന്നുണ്ടാകുന്നു, കാരണം ഞാൻ വചനമാകുന്നു. ആ 20 രൂപ ഇങ്ങ് തന്നെ. എന്തിനാ സാർ? കർത്താവിന് സമസ്ത ഭാഷകളും അറിയാന്ന്. താങ്ക് യു സാർ. മാത്രല്ല, ഈ മാസം മുതൽ നിനക്ക് 20 രൂപ ശമ്പളം ഞാൻ കുറച്ച് തരുള്ളൂ. അയ്യോ, ഇത് കൊച്ചമ്മ പറഞ്ഞ കേസാണെന്നാ തോന്നുന്നത്. എന്ത് കേസണ്ടാ? ഈ ശമ്പളം വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാം, എനിക്ക് പരാതിയൊന്നുമില്ല. സാറില്ല, പെട്ടെന്ന് ശരിയായി. ഈ മരുന്ന് കണ്ടില്ലേ? നീ എന്താ ഇവിടെ? ഒരു പരിചയക്കാരൻ കിടപ്പുണ്ട്, അയാളെന്ന് കാണാൻ വന്നത്. കണ്ടിട്ട് എന്റെ റൂമിലോട്ട് വന്നിട്ട് പോകും. ആ ശരി. എന്താ വേലപ്പാ ജോലിക്ക് നിർത്തി വെച്ചിരിക്കണേ? വല്ല പണി മുടക്കാണോ? ആ രാജൻ സാറ് നാറി ക്രിമികടി വീണ്ടും തുടങ്ങിയോ? ഇന്ന് 2 അറിഞ്ഞിട്ട് ബാക്കി കാര്യം. എവിടെ അവൻ? ഓഫീസിലുണ്ട്. ഇവനെയൊക്കെ നന്നാക്കാൻ പറ്റും, ഞാൻ നോക്കട്ടെ. ദേരിക്കുന്നു കുരങ്ങൻ. വിളിക്കേ ചേട്ടാ, വിളിക്കണ നീ. സാറേ. എത്തിയോ? താൻ ആരോട് ചോദിച്ചിട്ടാടോ പണി നിർത്തിയത്? കാര്യം ചോദിക്കുമ്പോ താൻ എന്താടോ ഇളിക്കണേ? ഇളിക്കുന്നതോ? ഇളിക്കുന്നത് മടി കനല്ലാത്തതുകൊണ്ട്. സാറിന് തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അത് മാറി. അതാണ് ഞാൻ ചിരിക്കുന്നത്, മനസ്സിലായോ? പത്രോസേ, സമ്പാദിച്ച കാശ് മുഴുവൻ മരുന്നിനും ഡോക്ടർക്കും കൊടുത്ത് ഞാൻ മടുത്തു. വീട്ടിലാണെങ്കിൽ പിള്ളേർക്ക് ഒന്നിനൊന്നിനും എപ്പോഴും അസുഖം. എന്തുണ്ടായിട്ടും മനസ്സിന് യാതൊരു സ്വസ്ഥതയില്ല. ഞാൻ ചെത്തുകളാണ് ഇതിനൊക്കെ കാരണമെന്ന് എനിക്ക് മനസ്സിലായി. മേലിൽ എങ്ങനെയും കാശുണ്ടാക്കാന്നുള്ള പരിപാടി ഞാൻ നിർത്തി. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പൊ മനസ്സിനും സുഖം, വീട്ടിനും സുഖം. അതുകൊണ്ട് മിസ്റ്റർ പത്രോസ്, എനിക്ക് തന്നെ ഓശാരും വേണ്ട, കാശും വേണ്ട. ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യാം. നികുതി കൊടുക്കുന്ന ജനങ്ങൾക്ക് എന്നെ ഗുണം കിട്ടട്ടെ. താൻ ഒരാൾ മാത്രം വിചാരിച്ചോണ്ട് ഈ രാജ്യം നന്നാവോടോ? രാജ പോരാ, താനും കൂടി വിചാരിക്കണം പത്രോച്ചേ. മേലാൽ ഞാൻ ഈ സൈറ്റിലുള്ള കാലത്തോളം ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള ജോലിയെ നടത്തിക്കൂ. കൊച്ചു കള്ള, നീ ഈ പറഞ്ഞതൊക്കെ പത്രോസേട്ടനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള തമാശയല്ലേ? അല്ലല്ലോ എന്റെ കൊച്ചു കള്ളം പത്രോസേ. ഐ ആം ഡാം സീരിയസ് അബൌട്ട് ഇറ്റ്. ഇനി ഈ സൈറ്റിൽ ഒരു തരത്തിലുള്ള കള്ളത്തരം നടത്താൻ ഞാൻ അനുവദിക്കില്ല. തീർച്ച. പേടിപ്പിക്കുന്നു മുണ്ടൊക്കെ മടക്കി കൺട്രി ഫെലോസ്. അല്ല, യവനെ പോലെ മറ്റുള്ളവരെ നന്നാൻ തീരുമാനിച്ച നമ്മുടെ കാര്യം തെണ്ടി പോലെ. അതുകൊണ്ടാ മുണ്ട ഞാൻ. ഒന്ന് വേഗം റെഡി അവിടെ. ഞാൻ വരുന്നില്ല, എന്നെ ആരും കാണണ്ട. നിന്നെ കണ്ടാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഒരു താങ്ങ് വെച്ചെന്നാലുണ്ടല്ലോ. ഒന്ന് വേഗം അങ്ങോട്ട് വന്നാട്ടെ.
മൂന്നാം ലോക മഹായുദ്ധം അയ്യോ എന്റെ കർത്താവെ ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റ് ആവും. ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ സാരില്ല സാരില്ല, ആ മോനെവിടെ? അവൻ പുറത്ത് നിൽക്കുക, വലിയ നാണക്കാരനാ. മൂക്കസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. അവനെ ഞാൻ അങ്ങനെ വളർത്തിയത്. അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഒരു കുടിയോ വലിയോ ഒന്നും അവനില്ല. ഈശ്വരചിന്ത മാത്രം, നോ വേസ്റ്റ്. അപ്പൊ എന്റെ മോനെ പോലെ തന്നെ. അതന്ന് ഞാൻ കണ്ടതല്ലേ. ആ മോനെ വിളിക്ക്. മോനെ ബോബി പുന്നൂസ്. ആഹാ വന്നിരിക്കി. ഇരിക്കും മോനെ. ഉറച്ചിരിക്കി ബോബി. ഇരുന്നോ. വൈഫും ഡോക്ടർ എവിടെ? മേരിക്കുട്ടി, മേരിക്കുട്ടി. എന്റെ അയ്യോ അവരിപ്പോ വരും. നമസ്കാരം. നമസ്കാരം മോളെ, ഇത് ബോബി പുന്നൂസ്, സാറിന്റെ മകനാ. അങ്ങനെയൊന്നുമില്ല. ഇവര് വല്ല ബോംബിടാണെന്ന്. എന്താ കാര്യം? എന്തായാലും സമാധാനം ഉണ്ടാക്കാം. അല്ല, മോനൊരാഗ്രഹം ആനയോട് ഒറ്റയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന്. അതിനെന്താ, സംസാരിച്ചോട്ടെ. പ്ലീസ് കം. ചെല്ലു മോളെ. സത്യത്തിൽ ഞാൻ അല്പം നെർവസ് ആണ്. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഒറ്റയ്ക്ക്. അതുകൊണ്ട് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നെനിക്ക് നല്ല പരിചയമില്ല. ആനയുടെ പേരെന്താണ്? ഐ എം സോറി, ഞാൻ ബോബി പുന്നൂസ്, ഫാദർ ആർട്ടിയോ ആണ്. എനിക്കറിയാം. ആനിക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഇല്ല. എനിക്ക് ആനയോട് എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നുണ്ട്, ബട്ട് ഐ ആം നെർവസ്. രണ്ടുപേരും കൂടി ഒളിച്ചോടി പോയോ? അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിന് അറ്റൻഡ് ചെയ്യുന്നത്. അതെ. എന്താ സംസാരിച്ചു കഴിഞ്ഞോ? ഓ കഴിഞ്ഞു. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മനസ്സിലായി, ലൗറിയുടെ കാര്യല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കാപ്പി കുടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ മേരിക്കുട്ടി എന്നെ ഇരുത്തി പൊറപ്പിക്കില്ല. എന്നാ പിന്നെ അതാ നല്ലത്. അയ്യോ എനിക്ക് കാപ്പി വേണ്ട. പിന്നെ നീ വാട പൊന്നുമോനെ. അവന് ചായ ഇഷ്ടമുള്ളൂ. ആണ്. പെണ്ണ് കാണാൻ വന്നവരൊക്കെ പോയോ? എന്ത് തീരുമാനിച്ചു? എനിക്കറിയില്ല. എനിക്ക് കല്യാണം വേണ്ട രാഴ്ചയ. ഇത് നടക്കാൻ രാഴ്ചാൻ അനുവദിക്കരുത്. നിനക്ക് ചെറുക്കനെ ഇഷ്ടമായില്ലേ? നിനക്ക് ആ വിവരം അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞ ആര് കേൾക്കാൻ? പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കൂ? കേൾക്കും. രാജിച്ചായി നിർബന്ധിക്കണം. എനിക്ക് വീട്ടിൽ വേറെ ആരുമില്ല. സ്വന്തം പെങ്ങളുടെ കാര്യത്തിൽ രാഴ്ചൻ ഒരു ഉത്തരവാദിത്വമല്ലേ? ആ പയ്യനെന്താ കുഴപ്പം? ഒരുപാട് സ്വത്തും പണമുള്ള ആളുടെ ഏക മകനല്ലേ? സ്വത്തും പണമൊന്നും എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷെ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നിന്റെ ഈ പൈസ വല്ലതും ഇരിപ്പുണ്ടോ? ആ വളയും ഉരുത്താ, ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാം. എന്തിനാ? ആവശ്യമുണ്ട്, തിരുവനന്തപുരം വരെ ഒന്ന് പോണം. ഞാൻ തരില്ല. അമ്മച്ചി അറിഞ്ഞ എന്നെ കൊല്ലും. അമ്മച്ചി ഒന്നും അറിയില്ല. എന്ത് പറഞ്ഞാലും ഞാൻ തരില്ല. എന്നാലേ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് സൗകര്യമില്ല. എന്തു പറഞ്ഞിട്ടാണ് അവർ പിരിഞ്ഞത്? ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ അപ്പച്ചൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. ആനി ഇക്കാര്യം ബെന്നിയോട് പറഞ്ഞോ? ഇല്ല. അറിഞ്ഞ ബെന്നി വീട്ടിൽ വന്ന് വല്ല ബഹളം ഉണ്ടാക്കുമെന്ന് ഭയന്ന് പറയാത്തതാ. എന്ത് ബഹളം ഉണ്ടാക്കാൻ? ബെന്നി അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. അപ്പച്ചനും അമ്മച്ചിയും ആനയുടെ അഭിപ്രായം ഒന്നും ചോദിച്ചില്ലേ? ചോദിക്കില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട അവരത് നടത്തും. പിന്നെ അങ്ങനെ നടത്തൂ. ആനയുടെ ഇഷ്ടം നോക്കാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ആനയും കൊണ്ട് കെട്ടിക്കോ. എങ്കിലും അതൊന്ന് കാണണം. ആനി പേടിക്കണ്ട, ഞങ്ങളൊക്കെ ആനയുടെ കൂടെ ഉണ്ട്. ഏതായാലും ഡേറ്റും കാര്യങ്ങളൊന്നും തീരുമാനിച്ചില്ലല്ലോ. ഞാൻ ബെന്നി കണ്ട് സംസാരിക്കും. ആനി ധൈര്യമായിട്ട് പോയിക്കോളൂ.
എന്തായി ആട്ടി എന്ത് പറഞ്ഞു? ആർട്ടി ഒന്നും പറഞ്ഞില്ല. ആ പാവത്തിന്റെ ഡിമാൻഡ്സ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ. രൊക്കം ക്യാഷ് 2 ലക്ഷം, പുതിയ മാരുതി ഒരെണ്ണം, സ്വർണ്ണപ്പവൻ 101. അത് അവന്റെ നെറ്റിക്ക് ആനടിച്ച് പതിക്കാനടി. ചെറുക്കന്റെ സൂട്ട് 3 പേർ. എത്ര പേര്? 3. ആ ഒരെണ്ണം അവനെ കൂച്ചിനാൻ കൊണ്ടുപോകണ്ടേ? സ്റ്റീൽ അലമാര ഒരെണ്ണം. സ്റ്റീൽ അലമാരിന്ന് ആവില്ല, അത് അവന് വേണ്ട ശവപ്പെട്ടിയാവും. അലമാര സോഫ സെറ്റ് ഒരെണ്ണം, വാഷിംഗ് മെഷീൻ 1. ആ അതവന് കുളിക്കാൻ, മുങ്ങി ഇങ്ങനെ കുളിക്കാൻ. ഏറ്റവും പുതിയ മിക്സി ഒരെണ്ണം, TV VCR ഒരെണ്ണം വീതം. അതേത് കമ്പനിയുടെ? അക്കായി ഓർ ഷാർപ്പ്. എന്റെ മാതാവേ, എന്ത് ഡിമാൻഡായത്? ഇത്രയും കൊടുത്ത 2 IAS ഒന്നിച്ചു കിട്ടുമായിരുന്നല്ലോ. 2 ആൾക്കാരുടെ ആവശ്യം ഇപ്പൊ നിന്റെ മോൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ടാ? എന്നിട്ട് നിങ്ങൾ അയാളോട് എന്ത് പറഞ്ഞു? ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഒരു ക്ലോസറ്റ് കൂടി ലിസ്റ്റിൽ ഒന്ന് ചേർത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് ആ കഴുത മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. എവിടെ? അതിനാ എബിയും പറയണേ, ഒരു യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന്. നാണം കേട്ടോ. എന്താ ചെയ്യ? ഇനി ആയിരിക്കണം അവിടെ വയത്? കേട്ടില്ലേ ഡിമാൻഡ്? അവനെ കെട്ടാൻ നിനക്ക് യോഗമില്ലെന്ന് അങ്ങ് കരുതിയാ മതി. അവന്റെ അമ്മയ്ക്ക് ഒരു അമേരിക്കൻ കക്കൂസും വാഷിംഗ് മെഷീനും മരം മോന്ത.